അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ സ്വാധീനം അല്ലെങ്കിൽ ലത്തീൻ സ്വാധീനം കൂടുതലായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് ഈ ദർശന സമൂഹങ്ങൾ കൂടുതലായിട്ട് വളർന്നു വന്നത്, അവിടെയുള്ള ഇടവകളിൽ. അതുകൊണ്ട് ഈ ലത്തീൻ സ്വാധീനം കുറവായിരുന്ന സ്ഥലങ്ങളിൽ ഈ ദർശന സമൂഹങ്ങൾ അധികമായിട്ട് കണ്ടുവരുന്നില്ല, വളരെ ചുരുക്കമായിട്ട് കാണുന്നുള്ളൂ. അല്പം അടുത്ത കാലത്ത് ഏറ്റവും പരിശോധിച്ചാൽ 1960-കൾക്ക് ശേഷം ലത്തീൻ സ്വാധീനം കുറവായിരുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ഒക്കെ ഈ ദർശന സമൂഹം അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ ലത്തീൻ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്നും ദർശന സമൂഹങ്ങളുണ്ട്. ചിലപ്പോൾ തിരുനാൾ വരുമ്പോൾ ദർശന തിരുനാൾ, മാതാവിൻ്റെ ദർശന തിരുനാൾ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ നാമത്തിൽ ആരംഭിച്ച ഒരു ദർശന സമൂഹമാണ് മാതാവിൻ്റെ ദർശന തിരുനാൾ നടത്തുക, അല്ലെങ്കിൽ ഔസേപ്പിതാവിൻ്റെ ദർശന തിരുനാൾ. ഇന്ന് ലത്തീൻ പള്ളികളിൽ മറ്റൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, കൊംപ്രേരിയൻ തിരുനാൾ എന്ന് പറഞ്ഞാൽ ദർശന തിരുനാൾ തന്നെ. ഔസേപ്പിതാവിൻ്റെ കൊംപ്രേരിയൻ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഔസേപ്പിതാവിൻ്റെ ദർശന തിരുനാൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ദർശന സമൂഹം നമ്മുടെ ഇടവകളിൽ കടന്നു വരാനായിട്ട് കാരണമായത്. ഇന്ന് വലിയ പ്രചാരം അതിന് കിട്ടുന്നില്ല, പൊതുവായിട്ട് അംഗങ്ങൾ കാര്യമായിട്ട് അതിൽ ചേരുന്നില്ല. പ്രത്യേകിച്ച് സീറോ മലബാർ പാരമ്പര്യത്തിൽ കാര്യമായിട്ട് അതിന് പുരോഗതി ഉണ്ടാകുന്നില്ല. എന്നാൽ ലത്തീൻ സഭയിൽ ഇന്നും അവരുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് പല പള്ളികളിലുമുണ്ട്. 1606 ഈ ഉദയംപേര് സൂനോസ് നടത്തിയ മെനേസിസ് മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയായിട്ട് വന്ന റോസ് മെത്രാൻ 1606 ഇവിടുത്തെ ഇടവകൾക്കൊരു നിർദ്ദേശം കൊടുത്തു. ഒരാൾ മരിച്ച് അയാളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ഈ ഔദ്യോഗിക വേഷം ധരിച്ച സമൂഹ അംഗങ്ങൾ ആ മൃതസംസ്കാരത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കാനും അകമ്പടി സേവിക്കാനും പോകണം എന്നൊരു നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് ഇന്ന് സുറിയാനി പള്ളികളിലും അത് തീരെ കണ്ടിട്ടില്ല. എന്നാൽ ലത്തീൻ പള്ളികളിൽ ഇന്നും ശവസംസ്കാരത്തിന് വീട്ടിൽ നിന്ന് ദർശന സമൂഹം അവരുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിച്ച് കുരിശും കൊടയുമൊക്കെ ഏന്തി ആഘോഷമായിട്ട് പള്ളിയിലേക്ക് മൃതശരീരത്തെ അകമ്പടി സേവിക്കുന്ന ഒരു പതിവുണ്ട്. ഈ പതിവ് 1606 ഞാൻ പറഞ്ഞതുപോലെ റോസ് മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ പള്ളികളിൽ ആരംഭിച്ചതാണ്.